ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ നമ്മൾ ഹൈപ്പർ ടെൻഷനെ കുറിച്ചും പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദത്തിനെ കുറിച്ചും കേട്ടു. ഇനി നമ്മൾക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഷുഗർ അഥവാ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രമേഹത്തെക്കുറിച്ചും പ്രഗ്നൻസിക്ക് മുമ്പുള്ള പ്രമേഹത്തെക്കുറിച്ചും ഹൈ റിസ്ക് പ്രഗ്നൻസി എങ്ങനെയാണ് അഫക്റ്റഡ് ആവുന്നത് എന്ന് നോക്കാം. പ്രഗ്നൻസിക്ക് മുമ്പ് പ്രമേഹമുള്ള ആൾക്കാർ തീർച്ചയായും 3 മാസത്തിൽ ഒരിക്കൽ നോക്കുന്ന HbA1c എന്ന് പറയുന്ന പരിശോധന ചെയ്യേണ്ടതും അത് കൺട്രോൾ ലെവലിൽ വരുത്തിയതിനു ശേഷം മാത്രം പ്രഗ്നൻ്റ് ആകേണ്ടതുമാണ്. കാരണം പ്രഗ്നൻസി പ്ലാൻഡ് ആയിരിക്കണം. ലോങ് ടേം ആയിട്ട് ഡയബറ്റിസ് ഉള്ള ആൾക്കാരെ, പ്രമേഹമുള്ള ആൾക്കാരെ കണ്ണിൻ്റെയും കിഡ്നിയുടെയും പരിശോധനകൾ കൂടി ചെയ്യേണ്ടത് വളരെ നന്നായിരിക്കും. പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഈ പരിശോധനകളെല്ലാം ചെയ്ത് നോർമൽ റേഞ്ചിലാണ് എന്ന് തീരുമാനമായ ശേഷം പ്രഗ്നൻ്റ് ആവുന്നതാണ് അവർക്ക് നല്ലത്. കൂടാതെ പ്രമേഹത്തിന് കഴിക്കുന്ന പലതരം മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് അല്ല. അങ്ങനെ ആവുമ്പോൾ ഒന്നുകിൽ സേഫ് ആയിട്ടുള്ള മരുന്നുകളിലേക്ക് മാറ്റുകയോ ഇൻസുലിൻ പോലെയുള്ള കുത്തിവയ്പ്പുകൾ എടുത്ത് പ്രമേഹം കൺട്രോൾ ചെയ്യുകയോ ചെയ്ത ശേഷം പ്രഗ്നൻ്റ് ആവുന്നതാണ് കുട്ടിക്ക് അനോമലീസ് അഥവാ വൈകല്യങ്ങൾ വരാതിരിക്കുന്നതിന് പ്രഗ്നൻസി സേഫായിട്ട് സ്മൂത്തായിട്ടും പോകുന്നതിനും ഏറ്റവും നല്ലത്. പ്രഗ്നൻസിയിൽ കാണുന്ന പ്രമേഹത്തെ നമ്മൾ GDM അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നാണ് പറയാറ്. അത് സാധാരണയായി 5 മാസത്തിന് ശേഷമാണ് കണ്ടുവരുന്നത്. ഡയറ്റ് കൺട്രോൾ വഴിയോ ഇൻസുലിൻ വഴിയോ അത് നിയന്ത്രിക്കേണ്ടതാണ്. പ്രഗ്നൻസിയിൽ അല്ലാതെ ഉള്ള പ്രമേഹം പോലെ അല്ല പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് വരുന്ന പ്രമേഹം. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും അത് ബാധിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് കുഞ്ഞിൻ്റെ വലിപ്പം കൂടുക, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കൂടുക, പ്രസവ സമയത്ത് ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ തല വന്നിട്ട് ഷോൾഡർ വരാൻ ബുദ്ധിമുട്ടാകുക, മുറിവുകൾ കരിയാതിരിക്കുക, അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളും ഉണ്ടാവാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ GDM ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ചിലപ്പോൾ ദിവസേന ഷുഗർ നോക്കേണ്ടതായിട്ടോ 3 നേരം മുതൽ 6 നേരം വരെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഷുഗർ നോക്കേണ്ടതായിട്ടും ഡയറ്റ് കൺട്രോൾ ചെയ്യുക, ഇൻസുലിൻ തുടങ്ങിയ കുത്തിവയ്പ്പുകൾ ആവശ്യമെങ്കിൽ എടുക്കുക. ഇതുകൊണ്ട് കൺട്രോൾ ആയില്ലെങ്കിൽ ഡെലിവറി നേരത്തെയാക്കാനുള്ള തീരുമാനങ്ങളെക്കുറിച്ച് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതും പ്രഗ്നൻസിക്ക് മുമ്പുള്ള പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതും 2 രീതിയിലാണ് എടുക്കേണ്ടത്. പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ പ്രമേഹ രോഗിയാണ് അഥവാ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കൺട്രോൾ ചെയ്ത ശേഷം മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ മാറ്റിയ ശേഷം മാത്രം പ്രഗ്നൻ്റ് ആവുക. പ്രഗ്നൻസിയിൽ കണ്ടുവരുന്ന GDM ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡയറ്റോ മരുന്നുകളോ വെച്ച് ഷുഗർ ധാരാളമായിട്ടല്ല ഷുഗർ തീർച്ചയായും കൺട്രോൾ ചെയ്ത് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും ശ്രദ്ധയാണ് ആവശ്യം, ഡയറ്റിലുള്ള കൺട്രോളും ആവശ്യമാണ്.